ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനീഷ് കോനിക്കര. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ആറേശ്വര ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഷഷ്ടി അനുബന്ധിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ആറേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ആറേശ്വരം ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇതിൽ ദുർബലമാണ്. വഴിയല്ല, ഒരു പാറക്കെട്ടിൻ്റെ ഇടകൂടെയൊക്കെ നമുക്ക് കയറി വരണം. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താഴ്വാരങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഷഷ്ടനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രം ശാസ്താവിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ ക്ഷേത്രത്തിൽ നടക്കി നേരെയാണ് ഈ പുനർജനി ഗുഹയുള്ളത്. അത് കിഴക്ക് ഭാഗത്താണ് ഈ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഇതാണ് പുനർജനി ഗുഹ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുവാനായിട്ട് ഇവിടെ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്കോ ഈ പുനർജനി നുഴാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് ഇവിടെ പൊതുവെ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാലമരമാണ്, നല്ലൊരു പാലമരമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കയറി വരുന്ന വഴികളൊക്കെ. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോലെ അതൊരു ചെറിയൊരു ഫീലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ കല്ലും മുള്ളൊക്കെ കയറ്റി ചവിട്ടി ഈ അയ്യപ്പൻ്റെ അമ്പലത്തിലെത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലുണ്ട്. അത് ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.